ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ പൊരിഞ്ഞടിയാണ് നടക്കുന്നത്. നമ്മുടെ അനുമോള് ശരത്തും അക്ബറും തമ്മിലാണ് പൊരിഞ്ഞടി നടക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ അനാവശ്യമായി കിച്ചണിൽ കയറിയിട്ട് നമ്മുടെ ജിസയിലും അതേപോലെ തന്നെ നവീൻ കിച്ചൺ ടീമിലുള്ള വ്യക്തി തന്നെയാണ്. ജിസയിൽ ഫുഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് അനുമോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അനുവാദം ചോദിക്കാതെയാണ് അവർ ഫുഡ് ഉണ്ടാക്കിയത്. ഇതുവരെയുള്ള 2 ആഴ്ചയിൽ ആരും തന്നെ കിച്ചണിൽ കയറ്റാൻ കിച്ചൺ ടീമുകാർ സമ്മതിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവരെ കയറ്റാൻ സമ്മതിച്ചെന്നാണ് ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത്. നീ ആരടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മണ്ടൻ ക്യാപ്റ്റൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്തിന് അനുമോൾ പറയുന്നുണ്ട്. അതിനകത്തേക്ക് ശരത്തിന് ഭയങ്കര ദേഷ്യം കയറി വന്നിട്ട് ശരത്ത് അനുമോളെ അടിക്കാനും തല്ലാനൊക്കെ വരുന്നുണ്ട്. എല്ലാവരും നമ്മുടെ റെന ഫാത്തിമ അതേപോലെ തന്നെ അക്ബറൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഭയങ്കര ചൂടാവുന്നുണ്ട്. അക്ബർ നമ്മുടെ അനുമോളോട് ഭയങ്കര മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവസാനം അനുമോൾ പറയുന്നുണ്ട്, ബിൻസി നിൻ്റെ കൂടെ വന്നിട്ടല്ലടാ, നിന്നോട് സംസാരിച്ചിട്ടാണ് ബിൻസി ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയെന്ന് പറയുന്നുണ്ട്. അവൾ നല്ല ആക്റ്റീവായിരുന്നു. അത്ര ആക്റ്റീവായ ഒരാൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇല്ല. എന്നിട്ട് അവൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കൂടെ വന്നിട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അക്ബർ ചൂടായിക്കൊണ്ട് നീ ആരടി എന്ന് ചോദിച്ചുകൊണ്ട് പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എടി പൊടി വാടി എന്നൊക്കെ അങ്ങ് വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ അക്ബർ നല്ല ചൂടായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആദിലയും നൂറയും വന്നിട്ട് അനുമോളോട് സംസാരിക്കുന്നുണ്ട്. അനുമോളെ നീ ഇതൊരു വലിയ പ്രശ്നമാക്കല്ലേ, ഫുഡ് ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കി കഴിച്ചോട്ടെ. നമ്മുടെ ശൈത്യം വന്നിട്ടുണ്ട്. ശൈത്യം ഇപ്പോൾ അപ്പുറത്തെ ടീമിലാണ് ഉള്ളത്. എന്നാലും ഇടയ്ക്കും തലയ്ക്കൊക്കെ വന്നിട്ട് ഒന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആദില വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നൂറ് ഇവരൊക്കെ പോയി, ആദില മാത്രമാണ് ഉള്ളത്. ആദില പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടി അവർ ഫുഡ് ഉണ്ടാക്കിക്കോട്ടെ, അവർ കഴിച്ചോട്ടെ, അവരെല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്, നീ എന്തിനാണ് അതിന് പ്രശ്നം? എനിക്കതിൽ പ്രശ്നമില്ല. ഇതുവരെ 2 ആഴ്ചയിൽ നമ്മൾ ആരെങ്കിലും അവർ കയറ്റിയിട്ടുണ്ടോ? ബിഗ് ബോസിൻ്റെ സാധനം വന്നാൽ തന്നെ അവർ പറയും കിച്ചൺ ടീം തന്നോളാന്ന് പറഞ്ഞിട്ട് എല്ലാം വാങ്ങിയല്ലേ വെച്ചിട്ടുള്ളത്. ജിസയിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഒരു ചായ പോലും ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഇപ്പം എന്താണ് അവർ എല്ലാവരും നിന്നോട് ചോദിച്ചായിരുന്നോ? ഇല്ലയെന്ന് ആദില പറയണ്ടേ. ഞാൻ ശാരിക ചേച്ചിനോട് ചോദിച്ചു. ശാരിക ചേച്ചിനോടും അനുവാദം ചോദിക്കാതെ നമ്മൾ ആരും അറിയാതെയാണ് ഈ തീരുമാനം എടുത്തത്. എടി അത് ക്യാപ്റ്റനും അതേപോലെ തന്നെ കിച്ചൺ ക്യാപ്റ്റനും ചേർന്നെടുത്തതാണ്. അങ്ങനെ നമ്മുടെ ആര്യൻ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്. ആര്യൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, നിൻ്റെ ഈ ബ ഞാനാണെന്ന ഭാവം കൊണ്ടാടി ഞാൻ നിന്നെ ഇവിടുത്തെ ക്യാപ്റ്റൻ ആക്കാതിരുന്നത്. നിനക്കൊരു അഹങ്കാരമാണ്, നിൻ്റെ ഒരു വിചാരമുണ്ട്, നീയാണ് എല്ലാം എന്ന്, അതുകൊണ്ട് ഞാൻ നിന്നെ ക്യാപ്റ്റൻ ആക്കാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യനോട് നമ്മുടെ അനുമോൾ പറയുന്നുണ്ട്, നീയൊക്കെ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കടാ ആര്യ എന്ന് പറഞ്ഞിട്ട് നല്ല ചൂടായിട്ട് ആര്യനോട് നല്ല മാസമായിട്ട് ഡയലോഗ് നമ്മുടെ അനുമോൾ അടിക്കുന്നുണ്ട്. അനുമോൾ കറക്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്, അളിയാ അക്ബറേ ഞാനൊന്നും അറിഞ്ഞില്ലടാ, ഞാൻ ബാത്റൂമിൽ പോയ സമയത്താടാ അവളെന്നെ വന്ന് കൊട്ടി, അവിടെ അവരെന്തോ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ്? നിങ്ങളുടെ ഓരോ വിലപ്പെട്ട അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബിഗ് മത്സരാർത്ഥിയുടെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക.